ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് സ്വീറ്റ് റെസിപ്പിയാണ്. ഇതിൻ്റെ പേര് ലുക്കൈമാത്ത് എന്നാണ്. നമ്മൾ റംദാൻ ടൈമിലൊക്കെ യൂഷ്വലി അറബിക് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഐറ്റംസ്: ഓൾ പർപ്പസ് ഫ്ലോർ, കോൺഫ്ലോർ, മിൽക്ക് പൗഡർ, ഈസ്റ്റ്, അല്പം സോഡാപ്പൊടി, ഒരു നുള്ളു ഉപ്പ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ ഈസ്റ്റ് എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ആൻഡ് 1/4 ടീസ്പൂണിൽ താഴെ സോഡാപ്പൊടിയും 1 നുള്ളു ഉപ്പും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കതിന് വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ചൂടുവെള്ളവും കൂടെയാണ്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ട് ആദ്യം ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലൂക്ക് വാം വാട്ടർ ഒഴിച്ച് ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് അത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് വളരെ ലൂസായിട്ടുള്ള ഒരു ബാറ്ററല്ല, നമുക്കൊരുവിധം തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം. ആദ്യം ഇത് മിക്സ് ചെയ്യുമ്പോൾ ഈ പൊടികളെല്ലാം കൂടെ എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി. കുറേശ്ശെ ഒഴിച്ചത് ഒരു തിക്ക് പരുവമായിട്ട് എടുക്കുകയാണ് വേണ്ടത്. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് റെഡിയാക്കിയതിന് ശേഷം ഒരു 30 തൊട്ട് 45 മിനിറ്റ് വരെ അടച്ച് വെച്ച് ഈസ്റ്റൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആയതൊന്ന് മാവൊന്ന് ചെറുതായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ്ലി കിട്ടുന്നത്. നെക്സ്റ്റ് ഡേ ഒക്കെ വെക്കാൻ അധികം കൊള്ളില്ല, അപ്പോഴത്തേക്ക് ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ ഒന്ന് മാറിപ്പോകും. അപ്പം ആ ദിവസം തന്നെ ഉപയോഗിക്കാനാണ് ലുക്കൈമാത്ത് നല്ലത്. അധികം ക്രിസ്പി അല്ല, ഒരുപാട് ക്രിസ്പി ആവണമെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്തെടുക്കും. പക്ഷേ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്താൽ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് തിക്കായി വല്ലാണ്ടാകും. അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം കുറച്ച് ഉപയോഗിച്ച് അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സിന് പുറത്ത് ക്രിസ്പാവാൻ വേണ്ടി മാത്രം കൊടുത്ത് തയ്യാറാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടച്ച് വയ്ക്കാം. നമ്മൾ മിക്സ് തയ്യാറാക്കി 1/2 hour ആയി. അപ്പോഴത്തേക്ക് ചെറുതായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു കുറച്ച് നേരം 45 minutes ഇരിക്കുകയാണെങ്കിൽ ഒത്തിരി കൂടെ നല്ലതുപോലെ പൊങ്ങി വന്നേനെ. എനിവേ ഞാൻ 1/2 hour വെയിറ്റ് ചെയ്തുള്ളൂ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു
സ്വീറ്റ് പാനി ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് പഞ്ചസാര, ഏലക്ക, പിന്നെ ഒരു അല്പം നാരങ്ങ നീര് ചേർത്തുള്ള ഒരു പാനി തയ്യാറാക്കണം. ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതൊരു നൂല് പരുവത്തിലാവണം. ഇച്ചിരി നല്ല തിക്കായിട്ട് വരുന്ന ഒരു നൂല് പരുവത്തിൽ തിക്കായിട്ട് വരുന്നതാണ് നല്ലത്. ഇനി ഇതെങ്ങനെ വറുത്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ പാനിലേക്ക് ഇതിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ആ മിക്സ് ഇടുന്നതിന് ഒരു രീതിയുണ്ട്. അത് നമുക്ക് സ്പൂണിലൊക്കെ ഇട്ടാൽ ഷേപ്പ് അധികം ഇല്ലാതെ ഒരു ഷേപ്പ് വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു ബോട്ടിലിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കവറിലോ ഇട്ടിട്ട് അത് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. ഞാനിപ്പോൾ ഉപയോഗിച്ചത് നമ്മുടെ സാൻഡ്വിച്ച് കവറാണ്. സാൻഡ്വിച്ച് കവറിലേക്ക് ഈ ബാറ്റർ ഇട്ടിട്ട് അതിൻ്റെ ഒരു കോർണർ കട്ട് ചെയ്ത് കൊടുത്തു അല്പം. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മുടെ സീസർ എണ്ണയിലൊന്ന് മുക്കിയിട്ട് അത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ എണ്ണയിലേക്ക് വീഴുമ്പം തന്നെ ഇത് പൊങ്ങി വരും. അതിന് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒരുപാട് ചൂട് കൂടി പോകരുത്. ചൂട് കൂടിയാൽ പെട്ടെന്ന് വീഴുമ്പം തന്നെ അത് കരിഞ്ഞു പോവുകയും ഇത് അതിലേക്ക് ബാറ്റർ അതിൽ വീഴുമ്പം തന്നെ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചൂട് തീരെ കുറച്ച് വെച്ച്, എണ്ണ ചൂടായി കഴിയുമ്പോൾ ചൂട് വലിയ തിളച്ച ചൂട് വേണ്ട, കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഇതൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, കാരണം എല്ലാ സൈഡും ആ കളറിൽ നിന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാം കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഒരുപാട് സ്വീറ്റ് അതിലില്ല. നമ്മൾ ആകെ ഈ പുറത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഷുഗർ സിറപ്പിൻ്റെ ഒരു മധുരം മാത്രമേ ഈ ഒരു റെസിപ്പിക്ക് വരത്തുള്ളൂ. നമുക്ക് ഈ ഷുഗർ സിറപ്പിന് പകരം നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് ഡേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഹണി വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള സിറപ്പുകൾ, അതായത് സ്വീറ്റ് സിറപ്പുകൾ ഉപയോഗിച്ച് നമുക്കിത് കഴിക്കാവുന്നതാണ്. തീ കുറച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് അല്പം സമയം എടുക്കുന്നത്. കാരണം തീ കൂട്ടി വെച്ചാൽ നമ്മുടെ ആ ഒരു ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ് ഇതെടുത്ത് റെഡിയായത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയാണ്. നമ്മളെല്ലാം ഒരുവിധം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്തെടുത്ത സാധനത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്പം തിക്കായ ഷുഗർ സിറപ്പാണ് നല്ലത്, നൂൽ പരുവത്തിലുള്ളത്. ഞാൻ ആദ്യം ഒഴിച്ചപ്പോൾ ഇച്ചിരി ലൂസായിരുന്നു, പിന്നെ ഞാൻ ഒന്നുകൂടെ തിക്കാക്കി അത് ഉപയോഗിച്ചു. അതിന് മുകളിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സെസ്മി വെള്ള എള്ളിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇത് കഴിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ എള്ളില്ലായിരുന്നത് കൊണ്ട് നമ്മൾ അല്പം ഇപ്പം നമ്മുടെ കയ്യിൽ വെള്ളില്ലാഞ്ഞത് കൊണ്ട് നമ്മൾ കുങ്കുമപ്പൂവൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കഴിച്ചു. നല്ലതായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എൻ്റെ സപ്പോർട്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.